സാധാരണ വീട്ടമ്മയിൽ നിന്ന് കോടികളുടെ ബിസിനസ് സാമ്രാജ്യത്തിന്റെ അമരത്തേക്കെത്തിയ ഒരു ഇന്ത്യൻ വനിത. ബിസിനസ്സിൽ പെണ്ണിന് എന്ത് ചെയ്യാനാണെന്ന് കളിയാക്കിയവരുടെ വായടപ്പിച്ച് വളർച്ച നേടിയ ഒരു ഉരുക്ക് വനിത. ഏഷ്യയിലെ ഏറ്റവും ധനികയായ സ്ത്രീ ആരാണെന്ന ചോദ്യത്തിന് ഇന്ന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. അതാണ് സാവിത്രി ജിൻഡാൽ. വിദേശത്തും സ്വദേശത്തും പടർന്നു പന്തലിച്ച ജിൻഡാൽ ഗ്രൂപ്പിന്റെ തേരാളി. ഭർത്താവിന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിന് സ്വന്തം ജീവിതം നൽകിയ ഭാരത സ്ത്രീ. ഒരുപക്ഷെ ഇന്ത്യയിലെ കോടീശ്വരി ആരാണെന്ന ചോദ്യത്തിന് നമ്മുടെ മനസ്സിലേക്ക് നിത അംബാനി എന്നായിരിക്കും ഉത്തരം വരിക. പക്ഷെ അതല്ല ശരി. മുകേഷ് അംബാനിയുടെ ഭാര്യയേക്കാൾ സമ്പന്നയായ ഒരു രാഷ്ട്രീയക്കാരിയുണ്ട് ഇന്ത്യയിൽ. സാക്ഷാൽ അംബാനിയെയും അദാനിയെയും മറികടന്ന ഒരു വനിതാ രത്നം. ഇന്ന് പറയുന്നത് അവരുടെ കഥയാണ്. ഇന്ത്യയിലെ ശതകോടീശ്വരന്മാരായ മുകേഷ് അംബാനിയെയും ഗൗതം അദാനിയെയും സമ്പത്തിന്റെ കാര്യത്തിൽ മറികടക്കുക എന്നത് ചെറിയ കാര്യമല്ല. ആരും നടക്കില്ലെന്ന് വിചാരിച്ച ആ ഹിമാലയൻ ദൗത്യം നേടിയിരിക്കുകയാണ് വ്യവസായിയും രാഷ്ട്രീയ നേതാവുമായ സാവിത്രി ജിൻഡാൽ. 2023 സമ്പത്ത് വർധനയുടെ കാര്യത്തിലാണ് OP ജിൻഡാൽ ഗ്രൂപ്പ് ഉടമയായ സാവിത്രി ജിൻഡാൽ ഇരുവരെയും മറികടന്നത്. 2023 ആസ്തിയിൽ സാവിത്രി ജിൻഡാൽ $960 കോടി വർധനവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതേസമയം ഇന്ത്യയിലെ ഏറ്റവും വലിയ കോടീശ്വരനും റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാനുമായ മുകേഷ് അംബാനിയുടെ സമ്പത്തിൽ $500 കോടി വർധനവ് മാത്രമാണ് ഉണ്ടായിരുന്നത്. പണത്തിന്റെ കണക്കുകളിൽ സ്ഥാനം നഷ്ടപ്പെടുന്ന സ്ത്രീകൾക്ക് ആത്മവിശ്വാസമാണ് ഇന്ന് സാവിത്രി ജിൻഡാൽ. ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയിൽ പോലും സ്ത്രീകളില്ലാത്ത നമ്മുടെ രാജ്യത്ത് കോടികളുടെ ആസ്തിയുള്ള ഒരു കോടീശ്വരിയാണ് ഇന്ന് സാവിത്രി ജിൻഡാൽ. സാവിത്രി ജിൻഡാലിന്റെ സാമ്പത്തിക വർധനവുമായി താരതമ്യം ചെയ്യുമ്പോൾ പകുതി സമ്പത്തോളം മാത്രമാണ് മുകേഷ് അംബാനിക്ക് വർദ്ധിപ്പിക്കാനായത്. $930 കോടി ആസ്തി മൂലമുള്ള മുകേഷ് അംബാനി തന്നെയാണ് ഇപ്പോഴും ഇന്ത്യയിലെ ഏറ്റവും വലിയ ധനികനെന്ന് ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ജിൻഡാൽ ഗ്രൂപ്പിന്റെ നായികയുടെ മുന്നിൽ ചിലപ്പോഴൊക്കെ മുകേഷ് അംബാനിയും അടിപതറിയിട്ടുണ്ട്. വിപ്രോ ചെയർമാനായ ആസിം പ്രേംജിയാണ് സാവിത്രി മറികടന്നത്. ഇന്ത്യയിലെ ഏറ്റവും ധനികയായ സ്ത്രീ എന്ന പദവിയും 73-കാരിയായ സാവിത്രി ജിൻഡാലിന് മാത്രമാണ് സ്വന്തം. ജീവിതത്തിലെ 55 ആണ്ടുകൾ ബിസിനസ്സിലെ ലാഭക്കണക്കുകൾ കൂട്ടിക്കിഴിക്കാത്ത തീർത്തും സ്വതന്ത്രയായ ഒരു വീട്ടമ്മയായി മാത്രം ജീവിച്ച സാവിത്രി എങ്ങനെയാണ് ഇത്തരമൊരു പദവിയിലേക്ക് എത്തിച്ചേർന്നത്? അപ്രതീക്ഷിതമായുണ്ടായ ജീവിത സാഹചര്യങ്ങളിൽ ഉലഞ്ഞു പോകാതെ ജിൻഡാൽ സാമ്രാജ്യത്തിന്റെ കപ്പിത്താനായി മാറിയ സാവിത്രി ജിൻഡാലിന്റെ ജീവിതകഥ കൂടി അറിയണം. ഞങ്ങളുടെ കുടുംബത്തിലെ സ്ത്രീകൾ ബിസിനസ് കാര്യങ്ങളിൽ ഒട്ടും ഇടപെടാറില്ല. അതിന്റെ ഉത്തരവാദിത്തം പുരുഷന്മാർക്കാണ്. അവർ ബിസിനസ് കാര്യങ്ങൾ നോക്കുമ്പോൾ ഞാനടക്കമുള്ള സ്ത്രീകൾ വീട്ടുകാര്യങ്ങൾ നോക്കുന്നു. അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ രീതി. വർഷങ്ങൾക്ക് മുമ്പ് ഫോബ്സ് ഇന്ത്യക്ക് നൽകിയ അഭിമുഖത്തിൽ സാവിത്രി ജിൻഡാൽ പറഞ്ഞ വാക്കുകളാണിത്. അതുവരെയുള്ള അവരുടെ ജീവിതം പരിശോധിച്ചാൽ ഈ വാക്കുകൾ അക്ഷരം പ്രതി സത്യവുമാണ്. എന്നാൽ സാധാരണ ഒരു വീട്ടമ്മയ്ക്ക് ശതകോടീശ്വരന്മാരെ പോലും വെല്ലാൻ കഴിയുന്നത്ര കരുത്ത് സമ്പാദിക്കാമെന്ന് ജീവിതത്തിലൂടെ കാട്ടിത്തന്ന വ്യക്തിത്വമാണവർ. ആസമിലെ ടിൻസുകയിൽ ഒരു ഹിന്ദു മാർവാരി കുടുംബത്തിലാണ് മാർച്ച് 20, 1940 സാവിത്രി ജിൻഡാൽ ജനിക്കുന്നത്. മൂത്ത സഹോദരി വിദ്യാദേവിക്കൊപ്പം വഴക്കും പരിഭവങ്ങളും പങ്കുവെക്കലുമായി അവർ വളർന്നു വന്നു. വിദ്യയ്ക്ക് വിവാഹപ്രായമായതോടെ വീട്ടിലേക്ക് വിവാഹാലോചനകൾ എത്തിത്തുടങ്ങി. അങ്ങനെ ഒരു ദിവസമാണ് വിദ്യയ്ക്ക് ഓം പ്രകാശ് ജിൻഡാലിന്റെ വിവാഹാലോചന വരുന്നത്. സുമുഖൻ, നല്ല ജോലി, നല്ല വരുമാനം. ഒരു മധ്യവർഗ കുടുംബത്തിന് സംതൃപ്തിപ്പെടാൻ മറ്റൊന്നും വേണ്ടല്ലോ. വിദ്യയുടെ വിവാഹത്തോടെ സാവിത്രി ആകെ ഒറ്റപ്പെട്ടു. പഴയ ഉന്മേഷവും ഉത്സാഹവും ഒക്കെ ഇല്ലാതായി. പക്ഷേ കാലം അവളെ വീണ്ടെടുത്തു. സഹോദരിയും ദാമ്പത്യത്തിൽ സന്തോഷവതിയാണ്. എന്നാൽ സാവിത്രിയുടെ ജീവിതത്തിലേക്ക് ആകസ്മികമായി ആ ദുരന്തമെത്തി. ആ പെൺകുട്ടിയുടെ ജീവിതം മാറ്റിയെഴുതിയ മരണം. അതെ, തൻ്റെ പ്രിയപ്പെട്ടവൾ തന്നെ ഒറ്റയ്ക്കാക്കി പോയിരിക്കുന്നു. സാവിത്രിയുടെ സഹോദരിയും OP ജിൻഡാലിന്റെ ഭാര്യയുമായ വിദ്യാദേവിയുടെ മരണമാണ് സാവിത്രിയുടെ ജീവിതത്തെ അടിമുടി മാറ്റിമറിച്ചത്. ഭാര്യയുടെ മരണം അയാളെയും വല്ലാതെ ഒറ്റപ്പെടുത്തിയിരിക്കുന്നു. മരുമകനോടുള്ള അളവറ്റ സ്നേഹത്തിൽ എപ്പോഴോ ആയിരിക്കണം സാവിത്രിയുടെ വിവാഹം അയാളുമായി നടത്താൻ വീട്ടുകാർക്ക് തോന്നിയത്. ജ്യേഷ്ഠനെ പോലെ കണ്ട ഒരു മനുഷ്യനെ ഭർത്താവായി കാണാനാകുമോ എന്ന ചോദ്യമൊന്നും വന്നില്ല. എതിർപ്പുകളൊന്നും വന്നില്ല. ആ വിവാഹം നടന്നു. OP ജിൻഡാലിന്റെ പേര് സാവിത്രിക്ക് പിന്നീട് അലങ്കാരമായി മാറി. 1950കളിൽ അവർ വിവാഹം കഴിച്ചു. അതോടെയാണ് സാവിത്രിക്കൊപ്പം ജിൻഡാൽ എന്ന പേര് കൂടി പ്രത്യക്ഷപ്പെട്ടത്. ഹരിയാനയിലെ ഒരു സാധാരണ കുടുംബത്തിലായിരുന്നു ഓം പ്രകാശിന്റെ ജനനം. ചെറുപ്പം തൊട്ടേ എഞ്ചിനീയറിംഗിനോടായിരുന്നു ഓം പ്രകാശിന്റെ കമ്പവും. സ്കൂൾ വിദ്യാർത്ഥിയായ കാലഘട്ടത്തിൽ തന്നെ ഓട്ടോമൊബൈൽ റിപ്പയറിംഗിൽ താല്പര്യവും പ്രകടിപ്പിച്ചു. തന്റെ 22ാമത്തെ വയസ്സിൽ ഹിസാറിൽ ബക്കറ്റ് നിർമ്മാണ യൂണിറ്റ് സ്ഥാപിച്ച് വ്യവസായ രംഗത്ത് ആദ്യ ചുവടുവെപ്പ് നടത്തിയ പുരുഷൻ. സാവിത്രിക്ക് സ്നേഹിക്കാൻ ഇത്രമാത്രം മതിയായിരുന്നു. ജിൻഡാലിന്റെ ബിസിനസ്സും അവരുടെ ദാമ്പത്യവും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയി. 1964 ജിൻഡാൽ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ പൈപ്പ് നിർമ്മാണ കമ്പനിയും അദ്ദേഹം സ്ഥാപിച്ചു. അതൊരു തുടക്കം മാത്രമാണ്. അദ്ദേഹത്തിന്റെ ബിസിനസ് സാമ്രാജ്യങ്ങൾ ഓരോന്നായി പച്ചപിടിച്ചു. പിന്നെയും അത് വളർന്നുകൊണ്ടേയിരുന്നു.
അതേസമയം സാവിത്രി ജിൻഡാൽ ഭർത്താവിന് വേണ്ടി നല്ല ഭക്ഷണങ്ങൾ പാകം ചെയ്തു, കുട്ടികൾക്ക് ജന്മം നൽകി, അവരെ വളർത്തി, വീടൊരുക്കി അലങ്കരിച്ച് സൂക്ഷിച്ചു. പണത്തിന്റെ കണക്കുകളോ ലാഭവിഹിതമോ നഷ്ടമോ ഒന്നും സാവിത്രിക്ക് പരിചയമില്ലായിരുന്നു. പരിചയപ്പെടാൻ അവർ ആഗ്രഹിച്ചതുപോലുമില്ല. ഇന്ത്യൻ സംസ്കാരം അനുശാസിക്കുന്ന ഉത്തമ ഭാര്യയായി അവർ ജീവിച്ചുകൊണ്ടിരുന്നു. അപ്പോഴും അവരുടെ ബിസിനസ് തഴച്ചു വളരുകയാണ്. ഓം പ്രകാശിന് കീഴിൽ നിരവധി പേർ ജോലി ചെയ്യുന്നു. ബിസിനസ് സാമ്രാജ്യം ശക്തിപ്പെടാൻ തുടങ്ങിയതോടെ പണവും കുന്നുകൂടി. ജിൻഡാൽ സ്റ്റീൽസ് ആൻഡ് പവർ ലിമിറ്റഡ്, ജിൻഡാൽ സൗത്ത് വെസ്റ്റ് സ്റ്റീൽ, ജിൻഡാൽ സ്റ്റൈൻലെസ് സ്റ്റീൽ തുടങ്ങി പുതിയ കമ്പനികൾ മുളപൊട്ടി. ഓരോന്നും വലിയ വിജയമായി മാറിയതോടെ ഇന്ത്യൻ ബിസിനസ് ലോകത്തെ വൻമരമായി ഓം പ്രകാശ് ജിൻഡാൽ വളർന്നുകൊണ്ടിരുന്നു. ബിസിനസ് സാമ്രാജ്യത്തിന്റെ ഉടമ മാത്രമായിരുന്നില്ല അദ്ദേഹം. ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാനും സേവനം നടത്താനുമായി അദ്ദേഹം രാഷ്ട്രീയവും ഒപ്പം കരുതി. ബിസിനസ്സിലും രാഷ്ട്രീയത്തിലും ഒരേപോലെ തിളങ്ങിയ ഓം പ്രകാശ് ജിൻഡാൽ ഹരിയാന മന്ത്രിസഭയിൽ വൈദ്യുത മന്ത്രിയായും സ്ഥാനമേറ്റിട്ടുണ്ട്. ആയിടയ്ക്കാണ് സാവിത്രിയെ തേടി വീണ്ടും ആ ദുരന്തമെത്തിയത്. ഭർത്താവിനെയും കുട്ടികളെയും കേന്ദ്രീകരിച്ച് മാത്രം കഴിഞ്ഞ ഒരു സ്ത്രീയുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ തക്ക പ്രഹരശേഷിയുള്ളതായിരുന്നു ആ മരണവാർത്ത. മന്ത്രി പദവിയിലിരിക്കെയാണ് 2005 ഹെലികോപ്റ്റർ അപകടത്തിന്റെ രൂപത്തിൽ ഓം പ്രകാശ് ജിൻഡാലിനെ തേടി മരണമെത്തിയത്. ഭർത്താവിന്റെ മരണം 55-കാരിയായ സാവിത്രി എന്ന വീട്ടമ്മയെ അടിമുടി ഉലച്ചു. ഒരു പകലിൽ നാഥനില്ലാതായി മാറിയ ജിൻഡാൽ ഗ്രൂപ്പ് എന്ന ബിസിനസ് സാമ്രാജ്യം അവർക്ക് മുന്നിൽ ചോദ്യചിഹ്നമായി നിന്നു. ഒന്നുകിൽ വിധവയായി ബാക്കി ജീവിതം വീട്ടുചുമരിൽ ഒതുങ്ങി ജീവിക്കുക, അല്ലെങ്കിൽ ബിസിനസ് സാമ്രാജ്യത്തിന്റെ നായക പദവി ഏറ്റെടുക്കുക. 2 ഓപ്ഷനുകളാണ് സാവിത്രി ജിൻഡാലിന് മുന്നിലുണ്ടായിരുന്നത്. അവർ രണ്ടാമത്തെ ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുത്തു. ബിസിനസ് മേഖലയിൽ യാതൊരു മുൻ പരിചയവും ഇല്ലാതിരുന്നിട്ടും ഓം പ്രകാശിന്റെ പിൻഗാമിയായി അവർ ബിസിനസ് സാമ്രാജ്യത്തിന്റെ അമരത്തേക്കെത്തി. പിന്നെയാണ് ഇന്ത്യ മഹാരാജ്യം ശരിക്കും സാവിത്രി ജിൻഡാലിനെ പരിചയപ്പെടുന്നത് പോലും. ഓം പ്രകാശിന്റെ വിശ്വസ്ത സേവകർ സാവിത്രിക്ക് ഉപദേശകരായി. കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ അവർ ഗ്രഹിച്ചു. കിടപ്പുമുറിയിലെ ഓം പ്രകാശിന്റെ സംസാരത്തിൽ ഇടയ്ക്കിടെ കടന്നുവന്ന സമ്മർദ്ദങ്ങൾ അവൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. വീട് പരിപാലിക്കുന്ന പെണ്ണിന് ബിസിനസ് പറ്റില്ലെന്നും ജിൻഡാൽ സാമ്രാജ്യം ഉടനടി പതനത്തിലേക്ക് പോകുമെന്നും വരെ ആളുകൾ വിമർശിച്ചു. പക്ഷേ വീട് നോക്കി നടത്തുന്ന പെണ്ണിന് ബിസിനസ്സും ചെയ്യാൻ പറ്റുമെന്ന് വർഷങ്ങൾക്കുള്ളിൽ തന്നെ സാവിത്രി ജിൻഡാൽ കാണിച്ചു കൊടുത്തു. ഓം പ്രകാശ് പൂർത്തിയാക്കാത്ത പലതും സാവിത്രി പൂർത്തിയാക്കി. പലതും അവർ തുടങ്ങിവെച്ചു. ഭർത്താവ് തുടങ്ങിയ ബിസിനസ്സും രാഷ്ട്രീയവും ഇന്നും അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇന്ന് ഇന്ത്യയിലെ അതിസമ്പന്നരുടെ പട്ടിക പരിശോധിച്ചാൽ അതിൽ പുരുഷന്മാർക്കൊപ്പം മുൻനിരയിൽ ഒരു സ്ത്രീയുടെ പേര് കൂടിയുണ്ട്. അതാണ് സാവിത്രി ജിൻഡാൽ. ഫോബ്സ് അതിസമ്പന്നരായ ഇന്ത്യക്കാരുടെ പട്ടിക പ്രകാരം രാജ്യത്തെ ഏറ്റവും ധനികയായ വനിത എന്ന സ്ഥാനം ലഭിച്ചിരിക്കുന്നത് OP ജിൻഡാൽ ഗ്രൂപ്പ് ചെയർപേഴ്സൺ സാവിത്രി ജിൻഡാലിനാണ്. സാവിത്രി ജിൻഡാലിന്റെ ആസ്തിയിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ $4.8 ബില്യൺ വർധനവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇന്ന് $18.7 ബില്യൺ ആസ്തിയുള്ള ഏഷ്യയിലെ ഏക ബിസിനസ് വനിതയും സാവിത്രി ജിൻഡാലാണ്. അടുക്കളയിൽ ജീവിച്ച പെണ്ണിന് എത്ര വരെ പോകാനാകുമെന്ന് ചോദിച്ച വിമർശകരോട് സാവിത്രി മറുപടി പറഞ്ഞില്ല. കാരണം ജീവിതം കൊണ്ട് അതവൾ കാണിച്ചു കൊടുത്തു. ഏഷ്യയിലെ ഏറ്റവും വലിയ സമ്പന്നയായ സ്ത്രീ ആരാണെന്ന ചോദ്യത്തിന് ഇന്ന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. അത് സാവിത്രി ജിൻഡാൽ എന്ന് തന്നെയാണ്. സാവിത്രിയുടെ ജീവിതകഥ ഇഷ്ടമായോ? ഈ കഥ എല്ലാവരിലേക്കും എത്താനായി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.